സിവിയാറിനും ഇവിടെ സർക്കാരിന് തുടക്കകാലമാണ്. ശരി, ഈ സമയം എടുക്കുന്നത് കേവലം തീരുമാനങ്ങൾ മാത്രമല്ല, ഈ പറയുന്ന UDF സർക്കാരിൻ്റെ നയങ്ങൾക്ക് അടിത്തറയിടലാണ്. ഇവിടെ നിങ്ങൾ ബന്ധു നിയമനത്തിനെതിരെ പ്രസംഗിച്ചു, അധികാരത്തിലേക്ക് വന്നു, സണ്ണി ജോസഫിൻ്റെ അളിയൻ അവിടെ നല്ല ഒന്നാം തരം അധികാര കസേരയിലേക്ക് ഇരുന്നു, വിമർശനമുണ്ടായി, നിങ്ങൾ തിരുത്തി രാജിവെപ്പിച്ച് U-turn, നല്ല കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന കള്ളൻ്റെ കള്ളിയിൽ പെടുത്താവുന്ന പ്രതിപ്പട്ടികയിലുള്ള അല്ലെങ്കിൽ പ്രതിയായി നിൽക്കുന്ന ഒരാളുടെ വക്കാലത്തെടുത്ത ആളെ പിടിച്ച് പോലീസിൻ്റെ പണിയേൽപ്പിക്കുന്നു. ഇവിടെ അതൊരു വിമർശനം ഉണ്ടാകുന്നു. U-turn. ഇവിടെ PMC പദ്ധതി, ഇത് സംഘപരിവാറിൻ്റെ പ്രൊജക്റ്റാണ്, ഗോൾവാൾക്കർ ഫാഷിസം, ഈ പറയുന്ന മോഡി പിണറായി ഡീൽ എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്നു നിങ്ങൾ. ഇപ്പോൾ PMCയെ പറ്റി ചോദിച്ചാൽ KM ഷാജി പറയുന്നത് മുഖ്യമന്ത്രി ഒപ്പിട്ടതാണ്, മുഖ്യമന്ത്രി മാറുമ്പോൾ ഒപ്പ് മാറില്ല എന്ന നിലവാരമില്ലാത്ത മറുപടി KM ഷാജി പറയുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആദ്യ മാസങ്ങൾ കാണുന്നത് നിലപാടില്ലായ്മയുടെ ഒരു കയമാണ് CVR അനൂപ്. അല്ല, ഹാഷ്മിക്ക് വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം, പക്ഷെ അതല്ല. അതിന് മുൻപ് എൻ്റെ വ്യാഖ്യാനം എന്തുകൊണ്ട് തെറ്റെന്നങ്ങ് പറയൂ. മറുപടി പറഞ്ഞ് പോകേണ്ടി വരും. അല്ല, ഞാനതിലേക്ക് വരാം ഹാഷ്മി. അതിനു മുമ്പ് എന്നെ കൂടി കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ നിലപാടുകളെ കൂടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിന് എനിക്ക് മറുപടി പറയണ്ടേ. അത് പറഞ്ഞിട്ട് ഞാൻ ഹാഷ്മിയിലേക്ക് വരാം. ഇവിടെ സജീഷ് ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങയുടെ പ്രസ്ഥാനമല്ല ഞങ്ങളുടേത്, CPM അല്ല ഞങ്ങൾ, പിണറായി വിജയൻ അല്ല VD സതീശൻ. ഞങ്ങളുടെ നേതാക്കന്മാരാരും വിമർശനത്തിന് അതീതരല്ല എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് അവർ വിമർശനത്തെ ബഹുമാനത്തോടു കൂടി കാണുമെന്നുള്ള ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. VD സതീശൻ എന്താ പറയുന്നത്? അദ്ദേഹം ഒരു നെഹ്റുവിയൻ ആശയധാരയിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താ? നെഹ്റു ശങ്കറിനോട് പറഞ്ഞുള്ള ഡോണ്ട് സ്പെയർ മീ എന്നാ, എന്നെ വിമർശനത്തിൽ ഒഴിവാക്കരുതെന്നാ. അതുപോലെ വിമർശനത്തെ വ്യക്തിനിഷ്ഠമായി കണ്ട് അങ്ങനെ അതിനെ വൈരുനിര്യാതന ബുദ്ധിയോടുകൂടി നോക്കിക്കാണുന്ന ആളുകളല്ല ഞങ്ങളുടെ നേതാക്കന്മാരാരും. ഞങ്ങളെ ഈ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന മെസ്സേജ് തന്നെ അതാണ്. നിങ്ങൾക്ക് ഞങ്ങളെ വിമർശിക്കാം, ഓഡിറ്റ് ചെയ്യാം, ഞങ്ങളെക്കുറിച്ചുള്ള തിരുത്തുകൾ നിർദ്ദേശിക്കാം, അത്തരം കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിച്ച് നടപടി എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസ് തരുന്ന സ്വാതന്ത്ര്യ സ്പേസ് ഉപയോഗപ്പെടുത്തി തന്നെയാണ് പറയുന്നത്. SK സജീഷ് ഇത് ആലോചിക്കാൻ പറ്റുമോ? പിണറായി വിജയനെ പോലെ ഒരാൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞ് ചാനൽ ചർച്ചയിൽ CPM-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുമോ? പറ്റില്ലെന്നേ. അത് രണ്ട് തരത്തിലുള്ള പ്രസ്ഥാനങ്ങളും അതിൻ്റെ ഒരു ജനാധിപത്യമാണെന്നേ. അതിനങ്ങനെ തന്നെ മനസ്സിലാക്കണം. അത് പറഞ്ഞ കാര്യങ്ങൾ അത് മനസ്സിലാക്കി അതെന്തോ ഒരു വലിയ കുറ്റമാണെന്നോ ഞങ്ങളുടെ എന്തോ കുഴപ്പമാണെന്നോ അങ്ങ് വ്യാഖ്യാനിക്കേണ്ടതില്ല. അങ്ങയുടെ പ്രസ്ഥാനത്തിന് സാധ്യമല്ല, ഞങ്ങൾക്കത് സാധ്യമാണ്. അത് രണ്ട് തരത്തിലുള്ള ഒരു പ്രവർത്തന ശൈലിയാണ്, രണ്ട് തരത്തിലുള്ള വിചാരധാരകളാണ്, രണ്ട് തരത്തിലുള്ള ജനാധിപത്യ സങ്കല്പങ്ങളാണെന്നേ. അപ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ അത് അങ്ങനെ എന്തോ വലിയ കുറ്റവും കുറവായിട്ട് കാണണ്ട, അത് VD സതീശൻ്റെ ഒരു എന്തെങ്കിലും കുറവായിട്ട് കാണണ്ട. അത് ഞങ്ങളുടെ നേതാക്കന്മാരുടെ വിശാലമായ കോൺഗ്രസിന്റെ ജനാധിപത്യ പരിസരത്തെ പറ്റിയൊന്നും പറയാനുള്ള പ്രസക്തി ഇവിടെ ഇല്ല. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ പ്രശ്നം അങ്ങേയറ്റം ഉണ്ടാവരുതാത്ത ഒരു തീരുമാനമുണ്ടായി. എന്താണ് തീരുമാനം? കോടതിയിൽ ഒരുപക്ഷെ കേസ് അട്ടിമറിക്കപ്പെട്ടു പോയേക്കാവുന്ന, വിശ്വാസ ഹൃദയങ്ങൾ വീണ്ടും ആശങ്കയുടെ തീ കോരിയിടുന്ന ഒരു തെറ്റായ തീരുമാനം അവിടെ ഉണ്ടായി. ആ തീരുമാനം എങ്ങനെ വന്നു എന്ന് കേരളം ചോദിക്കുന്ന ചോദ്യമാണ്. അതിന് ജനാധിപത്യത്തിന്റെ കോൺഗ്രസിന്റെ വിശാല തുറവുകളെ പറ്റി മറുപടി പറയാൻ പറ്റുമോ? അല്ല, ഞാൻ അതിലേക്ക് വരാം, അങ്ങ് പറഞ്ഞതിലേക്ക് വരാം. ഈ അഭിഭാഷകരെ സംബന്ധിച്ച് എപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രൊഫഷണലായിട്ട് ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ അഭിഭാഷകർ ഇവിടെ ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ കോൺഗ്രസ് രാഷ്ട്രീയമായി അങ്ങേയറ്റം എതിർക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ്സുകാരായ അഭിഭാഷകർ അദ്ദേഹത്തിന് വേണ്ടി ഹാജരായിട്ടില്ലേ? അതിനെതിരെ കോൺഗ്രസ്സുകാർ പ്രതിഷേധിച്ചിട്ടില്ലേ? പക്ഷേ ഈ സംഭവത്തിൽ ഞങ്ങൾ ഇതിനെ ന്യായീകരിക്കാൻ നിന്നിട്ടില്ലല്ലോ. ഇത് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അത് ശരിയായിരിക്കില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ തിരുത്തിയത്. പക്ഷേ ഇത് മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ PS ശ്രീധരൻപിള്ള എത്ര കേസുകളിൽ CPM-ഉം BJP-യും തമ്മിൽ സംഘർഷം നിൽക്കുന്ന സമയത്ത് CPM-കാരായ ആളുകൾക്ക് വേണ്ടി ഹാജരായിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, CPM വേദികളിൽ ഹാജരായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു പാർട്ടിക്കാരൻ വേറൊരു പാർട്ടിക്ക് വേണ്ടി ഹാജരാവുന്ന പ്രൊഫഷനെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത് കേരളം ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഭഗവാന്റെ ശ്രീകോവിൽ വരെ കൈവക്കാൻ ഒഡാസിറ്റി കാണിച്ച ഒരു സംഘം കൊള്ളക്കൂട്ടങ്ങൾക്കെതിരെ ഇതുവരെ എങ്ങും എത്താത്ത ഒരു കേസിനെ പറ്റിയാണ്. ആ കേസ് ഓൺഗോയിങ് ആണ്. അതൊരു കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അതിലൊരു പ്രതിക്ക് വേണ്ടി വക്കാലത്തെടുത്ത അയാൾ ആ കേസിന്റെ സോൾ അധികാരിയാവുന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതായത് ഒരു പാർട്ടിക്കാരൻ വേറൊരു പാർട്ടിക്കാരൻ ഒരു വക്കീലാവുന്നതിന് പ്രൊഫഷണൽ ഇൻഡിപെൻഡന്റ് അല്ല. അതിനെക്കുറിച്ച് ഹാഷ്മി ഉൾപ്പെടെ ഇവിടുത്തെ പൊതുമണ്ഡലത്തിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുമ്പോൾ അതിനെ ഞങ്ങൾ നിഷേധിക്കുകയല്ലോ, അതിനെ ഞങ്ങൾ നിരാകരിക്കുകയല്ലോ, അത് ഉൾക്കൊള്ളുകയല്ലേ ചെയ്തത്.
ഞങ്ങൾ അതിനോട് പുറംതിരിഞ്ഞുകൊണ്ട് ഞങ്ങളൊരു തീരുമാനമെടുത്താൽ ഞങ്ങളുടെ തീരുമാനമാണ്. ഞങ്ങൾ ഇയാളെ പത്മകുമാറിനെ പുറത്താക്കുന്നില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ സ്റ്റാൻഡ് അതാണ്. ഞങ്ങൾ ജനങ്ങളെ പുച്ഛിക്കുന്നില്ലെന്നേ, ജനങ്ങൾക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്നില്ല. ഞങ്ങൾ ഈ കാര്യങ്ങളിൽ ഇത്തരം ആശങ്കകൾ, അതിൻ്റെ എത്തിക്കലായ ധാർമ്മികമായ പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് അഡ്രസ് ചെയ്യപ്പെടേണ്ട, അഭിമുഖീകരിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി അത് കേൾക്കാൻ തയ്യാറാവുകയും സർക്കാർ കേട്ട പഴികൾ എന്തൊക്കെയാണ് ചെയ്തു എന്നതെങ്കിലും അതെങ്ങനെയാണ് ഒരു തെറ്റായ അങ്ങേയറ്റം ഇപ്പൊ ബന്ധു നിയമനം അങ്ങേയറ്റം തെറ്റായ തീരുമാനമാണ് നിങ്ങൾക്ക് നന്നായി അറിയാം, അത് പ്രശ്നമാവും നിങ്ങൾക്ക് നന്നായി അറിയാം. എന്നിട്ട് വളയനെ പിടിച്ച് ഓഫീസിൽ ഇരുന്നു. എന്നിട്ട് എന്താണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആളായിരുന്നു, ന്യായം പറയുന്നു. അതിനുശേഷം എന്താണ് വിമർശനം ഉണ്ടായി, പാർട്ടിക്കകത്ത് എതിർപ്പുണ്ടായപ്പോൾ പുറത്തേക്ക് പോകുന്നു. ഇത് തെറ്റാ അറിയാഞ്ഞിട്ടാണോ? ഇതുപോലെ വിവാദമാകുമെന്ന് അറിയാഞ്ഞിട്ടാണോ ഈ നിയമനം? അല്ല, ഇതെല്ലാം ഉണ്ടാകുമെന്ന് അറിയുന്നു, പിടിച്ചു വെക്കുന്നു, പ്രശ്നം ഉണ്ടാകും, പിടിച്ച് പുറത്തേക്ക് ഇടുന്നു. മകളെ അതെന്തൊരു തിരുത്താണ്, അതെന്തൊരു ജനാധിപത്യത്തിന് തുറവാണ്. പിടിച്ച് പുറത്തിടുന്നത് പ്രധാനമാണ് ഹാഷ്മി. അല്ല, ജനാധിപത്യത്തിൽ മകളെ, മരുമകളെ വീട്ടിലെ പാചകക്കാരിയെ വെച്ചിട്ട് വിമർശനമായിട്ട് പുറത്താക്കാത്ത കീഴ്വഴക്കം ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങൾ അത്ര വിമർശനങ്ങൾ ഇരുന്നപ്പോൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറായി എന്ന് അങ്ങ് പോസിറ്റീവായിട്ട് കാണണ്ടേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.